പോലീസിനോട് നന്ദി പറയുകയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. മകനും സുഹൃത്തുക്കളും സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് MDMA പിടിച്ചു. ഞെട്ടിക്കുന്ന സംഭവം അറിഞ്ഞിട്ടും രക്ഷിക്കാനായി പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചു പോലുമില്ല. തെറ്റ് ചെയ്തുവെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, അതാണ് തന്റെ നിലപാട് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. വേദനിക്കുമ്പോഴും പോലീസിനോട് നന്ദി പറയുന്നുണ്ട് SDP അധ്യക്ഷൻ. മകനെ ഇപ്പോഴെങ്കിലും പിടിച്ചത് നന്നായി, അവൻ എനിക്ക് തിരികെ കിട്ടിയല്ലോ, ആ അച്ഛനാണ് എന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, ആദ്യം തന്നെ താങ്കളെ എങ്ങനെ അഭിനന്ദിക്കണം എന്നറിയില്ല. താങ്കളുടെ മകനെ ലഹരിക്കേസിൽ പിടിക്കുന്നു, സുഹൃത്തുക്കൾ ലഹരിക്കേസിൽ പിടിക്കുന്നു, അതിനെ അനുകൂലിക്കുകയല്ല, ന്യായീകരിക്കുകയല്ല, പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് ഇപ്പോഴെങ്കിലും പോലീസ് പിടിച്ചത് പോലീസിന്റെ നടപടി ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ പൊതുസമൂഹത്തോട് കാര്യങ്ങൾ വിശദീകരിക്കാനും ലഹരിക്കെതിരെ നേരത്തെ തുടങ്ങിയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ മകന്റെ കേസ് കൂടി അതുകൂടി പറഞ്ഞു പോകാനും താങ്കൾക്ക് കഴിയുന്നുണ്ട്. എങ്ങനെ നേരിടാൻ കഴിഞ്ഞു ഈ സാഹചര്യത്തെ? എൻ്റെ മകൻ ലഹരിക്കേസിൽ പിടിച്ചപ്പോൾ അതുപോലെ ഒരുപാട് രക്ഷകർത്താക്കളുടെ മക്കൾ ഈ ലഹരിക്ക് അടിമയായിരിക്കുകയാണ്. ഒരുപക്ഷെ എൻ്റെ ഒരു പ്രശസ്തിക്ക് വേണ്ടി ഇതെനിക്ക് മറച്ചു വയ്ക്കാം. പക്ഷേ എൻ്റെ നാട്ടിലുൾപ്പെടെയുള്ള നിരവധി രക്ഷകർത്താക്കളുടെ മക്കൾ ഇതിന് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എൻ്റെ മോൻ തന്നെ പറഞ്ഞാലൊരു ഭയാനകമായ ഒരു കാര്യം, ഈ ലഹരിക്ക് അതിനൊക്കെ ഒരു കൂട്ടായ്മ അവരുണ്ട്. അതിൻ്റെ മെയിൻ ആളുകൾ കോളേജ് ഹോസ്റ്റലുകൾ തോറും ഒരു DYSPയുടെ മകനുണ്ടോ, SP-യുടെ മകനുണ്ടോ, പോലീസ് നേതാക്കളുടെ വലിയ ആളുകളുണ്ടോ, അതുപോലെ രാഷ്ട്രീയ നേതാവിൻ്റെ മക്കളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലെ അവർക്ക് എന്താണ് ടേസ്റ്റ് എന്ന് നോക്കിക്കൊണ്ട് അതായത് താങ്കൾ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ നമുക്കിപ്പം മനഃശാസ്ത്ര വിദഗ്ധ ഡോക്ടർ വാണിദേവി കൂടി നമുക്കൊപ്പം ഉണ്ട്, അതിലേക്ക് എത്താം. അതിനു മുൻപ് താങ്കൾ പറഞ്ഞതിന് തുടർച്ചയായി താങ്കൾ പറഞ്ഞു വരുന്നത് ഈ ലഹരി സംഘം ബോധപൂർവം ചിലരെ ഈ കണ്ണിയിലേക്ക് കൊണ്ടുവരുന്നു എന്നാണോ? ഇപ്പോൾ താങ്കളെപ്പോലെ അവിടെ അറിയപ്പെടുന്ന ഒരാൾ താങ്കളുടെ മകനെ ഇതിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ നേരത്തെ ഒരു MLA-യുടെ മകൻ ഇത്തരമൊരു കേസിൽപ്പെട്ട വാർത്തകൾ നമ്മൾ പൊതുസമൂഹമാകെ ചർച്ച ചെയ്തതാണ്. അങ്ങനെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കളെ കൊണ്ടുവരിക, അങ്ങനെ ഈ കണ്ണി വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അവരുടെ സുരക്ഷ കൂടി ഉറപ്പാക്കാൻ വേണ്ടി അത്തരമൊരു ബോധപൂർവമായ നീക്കം നടക്കുന്നുണ്ടോ? അതിൻ്റെ ഭാഗമായാണോ താങ്കളുടെ മകൻ കൂടി ഈ കേസിൽ ഉൾപ്പെട്ടത്? അങ്ങനെയാണോ താങ്കൾ കരുതുന്നത്? മകൻ എന്താണ് പറഞ്ഞത്? മകൻ പറഞ്ഞത്, ഈ കോളേജുകളിലൊക്കെ അറിയപ്പെടുന്ന ആളുകളെ മക്കളുണ്ടോ എന്ന് തപ്പി ഒരുപക്ഷെ അപകടം പറ്റിയാൽ അവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ആളുകളെ കൂടി കണ്ണിയാക്കാനുള്ളൊരു പരിശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് മകൻ പറഞ്ഞു. അതിനുപരി ഈ നമ്മുടെ ഇവിടുത്തെ വ്യവസ്ഥിതി, പോലീസ് എല്ലാം ഉണ്ടെങ്കിലും 30 മിനിറ്റ് 20 മിനിറ്റാണ് ഒരു കാശ് അയച്ചു കൊടുത്താൽ, ഒരു വാട്സപ്പ് നമ്പറിൽ അയച്ചാൽ ലഹരി കിട്ടേണ്ട സമയം. 5000 രൂപ അയച്ചാൽ അതിനുള്ള സാധനം 20 മിനിറ്റിനകത്ത് അവർ ഏതെങ്കിലും ഒരു പോസ്റ്റിൻ്റെ മൂട്ടിലോ ഏതെങ്കിലും ഒരു കടയുടെ പുറകിലോ ആളൊഴിഞ്ഞ ഒരു പ്രദേശത്ത് ക്യാമറ ഇല്ലാത്ത സ്ഥലം നോക്കി വച്ചിട്ട് യൂബർ ഈറ്റ്സ് ഒക്കെ പോലെ അല്ലേ, സൊമാറ്റോ പോലെ, സ്വിഗ്ഗി പോലെ, അങ്ങനെ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നമുക്കുണ്ട്. 20 മിനിറ്റ് 30 മിനിറ്റ് അവർ കാണിക്കും. എവിടെ എത്തിയെന്ന് നമുക്ക് റൂട്ട് ചെയ്യാൻ കഴിയും GPS അനുസരിച്ച് ഉപയോഗിച്ച് അവരെത്തുന്നത്. ഇപ്പോൾ എൻ്റെ ഭാര്യ രാവിലെ, അങ്ങേക്ക് അറിയാമല്ലോ, ഞാനും അങ്ങയുമായി, ഇപ്പോൾ പ്രേക്ഷകർക്ക് കഴിയുമോ എന്നറിയില്ല, ദീർഘകാലത്തെ ബന്ധമാണ്. രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു മാധ്യമപ്രവർത്തകൻ, ദീർഘകാല ബന്ധം നമ്മൾ തമ്മിലുണ്ട്. മക്കളെക്കുറിച്ചൊക്കെ പല ഘട്ടങ്ങളിൽ സംസാരിച്ചിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ എൻ്റെ ഭാര്യ അല്പം അസുഖമുള്ളത് കൊണ്ട് ഓൺലൈനിൽ ഭക്ഷണം വാങ്ങാമെന്ന് കരുതി ഇങ്ങനെ ഓർഡർ ചെയ്യുന്നു. എത്ര സമയത്തിനകം എത്തുമെന്ന് കണക്കാക്കി കാത്തിരിക്കുന്നു, വാങ്ങുന്നു. അതുപോലെയാണോ ഈ ലഹരിയും? അങ്ങനെയുള്ള സംവിധാനം അവർക്കുണ്ട്? ആ നെറ്റ്വർക്കിംഗ് ഉണ്ടോ? ആ നെറ്റ്വർക്കിംഗ് ഉണ്ട്. അത് ഈ 20 മിനിറ്റ് കൊണ്ട് 30 കിലോമീറ്ററിനടുത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇവർ ഈ MDM കൊണ്ട് വച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫോട്ടോ ഉടൻ ഈ വാട്സപ്പിൽ അയക്കും. വാട്സപ്പിൽ വന്ന ഉടൻ തന്നെ അതിൻ്റെ ലൊക്കേഷൻ അടുത്ത് അവർ ഈ ഫോണിലേക്ക്, ഈ ലൊക്കേഷൻ അനുസരിച്ച് ഈ ആൾ പോയി അവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് വച്ചയാളെ കാണാൻ കഴിയില്ല. അത് 30 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെ നിന്ന് പറവറായി ക്യാഷ് അയക്കുമ്പോൾ എത്രയോ ആളുകൾ ഈ ബൈക്കുമായിട്ട് നിൽക്കുന്നു. ഈ സ്വിഗ്ഗിയൊക്കെ ഉള്ളതുപോലെ ഫുഡ് കൊണ്ട് കൊടുക്കാൻ നിൽക്കുന്ന പോലെ. അത് ഈ പോലീസുകളുടെ മുന്നേ കൂടിയല്ലേ പോകുന്നത്. പക്ഷേ എന്തുകൊണ്ടത് പിടിക്കാൻ കഴിയുന്നില്ല? ഇന്ന് ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഒരു 10 പേരെ എടുത്താൽ 8 പേരും കഴിക്കുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഇത് ഒരു വലിയ പൗഷത്താണ്. എൻ്റെ മോൻ ഇപ്പോൾ ഇനി ഞാനത് ഉപയോഗിക്കില്ലെന്നാണ് എന്നോട് ഉറപ്പ് പറഞ്ഞിരിക്കുന്നു. എന്നോട് പറഞ്ഞ ഉറപ്പ് പൂർണ്ണമാവണമെന്നില്ല, ഞാൻ ശ്രദ്ധിക്കുന്നു. എൻ്റെ കൂട്ടത്തിൽ തന്നെ മോൻ ഇപ്പോഴുണ്ട്. ഇന്നലെയും ഒക്കെ ഞാൻ അവനെ സജീവമായിട്ട് നോക്കുന്നുണ്ട്. അവനെയും നേരത്തെ ചോദിച്ചപ്പോൾ അങ്ങയുടെ കുടുംബത്തിലെ ആളുകളൊക്കെ ഇടപെട്ടു. അങ്ങയുടെ പെങ്ങൾക്കൊപ്പമാണത് അല്ലേ ഇപ്പോൾ മകൻ ഉള്ളത്? മകൻ വിവാഹിതനാണ്, 27 വയസ്സ് പ്രായമുണ്ട്. പക്ഷേ ഈ സംഭവം ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുമായിട്ടുള്ള
ബന്ധം, അങ്ങനെ ഒരു ബന്ധമുണ്ടായി സമീപകാലത്താണ്, 6 മാസത്തിനിടയിലാണ് എന്ന് താങ്കൾ എന്നോട് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സമീപകാലത്താണ് അതിലേക്ക് എത്തിയത്. അത് ഒരുപക്ഷെ ബോധപൂർവമായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിഴവ് പറ്റിയതായിരിക്കാം. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ താങ്കൾ ഇങ്ങനെ ഒരു തുറന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ മകൻ അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? അല്ല, ഞാൻ ആദ്യം തുറന്ന നിലപാടെടുക്കുന്നതിന് മുമ്പ് മകനുമായിട്ട് 2-2.5 മണിക്കൂർ സംസാരിച്ചു. അവനതിൽ കുറ്റബോധമുണ്ട്, തെറ്റാണ്. അവൻ്റെ ഒരുപാട് കൂട്ടുകാർ അവനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് എന്നും. പക്ഷേ ആ കൂട്ടുകാരൊക്കെ എനിക്കറിയാം. പക്ഷെ നല്ല വീട്ടിലെ നല്ല പിള്ളേരാണ്. പലപ്പോഴും എൻ്റെ വീട്ടിൽ വരുന്ന സമയത്ത് മകൻ്റെ കൂട്ടുകാരല്ലേ എന്ന് പറഞ്ഞ് ഞാനും ഒരു സലാം ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ ഇത്ര മാരകമായ കാര്യങ്ങൾക്കാണ് അവർ കൂടുന്നതെന്നൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും അവരെ ഞാൻ ചോദിച്ചു, അവരെ നിനക്ക് രക്ഷപ്പെടുത്തണമോ അതോ നിനക്ക് ലഹരി ഉപയോഗിക്കാൻ മാത്രമാണ് അവർ വേണം, അപ്പോൾ അവരും രക്ഷപ്പെടണം എനിക്കും രക്ഷപ്പെടണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇത് പൊതുസമൂഹം അറിയട്ടെ. എന്നെ തന്നെ എന്നൊരു 10-50 പേര് വിളിച്ചിരിക്കും. എനിക്കൊരു മോനേ ഉള്ളൂ, എല്ലാം നഷ്ടപ്പെട്ടു, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട്, പക്ഷേ ലഹരിയാണ്. അപ്പോൾ നിങ്ങളെപ്പോലെ അത് പറയാൻ തരില്ല. ഞാനത് തുറന്നു പറയുന്നത്, ഒരുപാട് ആളുകൾ ഇന്ന് എന്നെ തന്നെ വിളിച്ചിട്ടുണ്ട്. എല്ലാവരും മറച്ചു വെക്കുന്നു. എല്ലാവരും എന്നെ മോൻ അവാർഡ് കിട്ടിയാൽ എൻ്റെ മോൻ എന്ന് പറഞ്ഞ് പ്രശംസിക്കുന്ന ആളുകളും, മോന് മോശം DML ഇത് വെച്ച് പിടിച്ചു എന്ന് പറഞ്ഞാൽ മോശം എന്ന് പറയണത്. മോൻ തന്നെ ചെയ്തത് തെറ്റ് തന്നെ തിരുത്താൻ വേണ്ടി പരിശ്രമിക്കും. അവൻ്റെ കൂട്ടുകാരെയും തിരുത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കും. പക്ഷെ അതിനുപരി ഇവർക്കിത് കൊടുത്ത ആളുകളെ അറിയാം. അതൊരു നല്ല പോലീസ് ഓഫീസർ രംഗത്ത് വരട്ടെ. ഈ നമ്പരും ഇതുമൊക്കെ പോലീസിന് കൊണ്ട് കൊടുക്കുമ്പം ആ ലഹരി നേതാവിനെ വിളിച്ച് പറയണ പോലീസായിരിക്കരുത്. തൻ്റെ ഇടമുള്ള നട്ടലുള്ള 2 പോലീസുകാർ തയ്യാറായാൽ ഈ ജില്ലക്കകത്തുള്ള പല ആളുകളും ഇതിൻ്റെ ഉത്ഭവസ്ഥാനവും ഇതെല്ലാം ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. അതായത് താങ്കൾ ഇതിനകം തന്നെ മകനുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അന്വേഷിക്കുകയും അക്കാര്യത്തിൽ താങ്കളുടെ ഈ സംഘടനാപരമായി താങ്കൾക്ക് വലിയ ബന്ധമുണ്ടല്ലോ, വിപുലമായ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് തെക്കൻ മേഖലയിൽ താങ്കൾക്ക് വിപുലമായ ബന്ധമുള്ള ആളാണ്. രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ, സാമുദായിക പ്രവർത്തകൻ എന്ന നിലയിൽ, ആ പ്രദേശത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾ എന്ന നിലയിൽ, ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിലൊക്കെ താങ്കൾക്ക് വിപുലമായ ദീർഘകാലത്തെ ബന്ധം എല്ലാവരുമായിട്ടുണ്ട്. അപ്പോൾ ഈ ബന്ധമെല്ലാം ഉപയോഗിച്ച് ആളുകൾ ആരൊക്കെയാണ് എന്ന് കണ്ടെത്താൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ വിവരങ്ങൾ പോലീസിന് കൈമാറാൻ എന്താണ് തടസ്സം? ഇപ്പോൾ താങ്കളുടെ മകൻ ഉൾപ്പെടെ 3 പേരെ വാഹനത്തിൽ പിടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് സ്റ്റേഷൻ ജാമ്യത്തിൽ, താങ്കൾ അതിൽ ശുപാർശയൊന്നും ചെയ്തില്ല, നല്ല കാര്യം. പക്ഷേ സ്റ്റേഷൻ ജാമ്യത്തിൽ അവർ ഇറങ്ങുകയും ചെയ്തു. ഇപ്പോഴത്തെ നിയമത്തിൻ്റെ പരിമിതിയുണ്ട്, ഇത്ര അളവ് എന്ന നിലയിലൊക്കെ. അങ്ങനെ വരുമ്പോൾ ഈ ലഹരിയുടെ കണ്ണിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ വിവരങ്ങൾ അത് സ്വീകരിക്കാൻ പോലീസ് തയ്യാറാണോ? അങ്ങനെ ലഹരി എവിടെ നിന്ന് വരുന്നു, അതിൻ്റെ സ്രോതസ്സിലേക്ക് എത്താൻ അന്വേഷണം മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന് താങ്കൾ സംസാരിച്ച ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ടോ? അല്ല, അതിന് പറ്റിയ ഞാൻ പറഞ്ഞില്ല, ഉദ്യോഗസ്ഥൻ പോരാ. ഇത് വലിയ കണ്ണിയാണ്. നമ്മളിരിക്കുന്ന ഒരു ഫോൺ നമ്പർ ഇതും കൊടുത്താൽ അത് വച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർ മാറുന്ന സ്ഥിതിയിലാവരുത്. പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു ടീം പോലീസ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തയ്യാറായാൽ അവരുടെ വീടുകളും ഒരേ നിമിഷം റൂറൽ SP-യുടെ കീഴിലുള്ള സ്ഥലങ്ങൾ ആണ് കൂടുതൽ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. ആ ഭാഗങ്ങളിൽ ഒരേ സമയം റെയ്ഡ് ചെയ്ത് ഇവരെ പിടിക്കാൻ കഴിയും. അതുപോലെ തന്നെ അവരുടെ സംവിധാനങ്ങൾ നമുക്ക് പൊളിക്കാൻ കഴിയും. അതിന് നല്ല പോലീസ്, ഞാൻ പോലീസുകാരുമായിട്ട് എനിക്കൊരു പിണക്കവുമില്ല. ഞാനിന്ന് ഈ പൂവാർ പിടിച്ച എൻ്റെ മകനെ പിടിച്ച മേഖലയിലെ DYSP അദ്ദേഹത്തിനെ ഫോണിൽ വിളിച്ച് നല്ല പ്രശംസ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. അത് ചെറിയ കാര്യമല്ല. ഞാനും അത് കണ്ടിരുന്നു, ഒരു വാർത്തയായി വായിച്ചിരുന്നു മാതൃഭൂമിയുടെ ഓൺലൈനിൽ. താങ്കൾ പൂവാർ പോലീസിനോട് നന്ദി പറയും. പോലീസിന് നന്ദി, അതാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. പോലീസിന് നന്ദി, മകനെ ഇപ്പോഴെങ്കിലും പിടിച്ചല്ലോ, അതുകൊണ്ട് എൻ്റെ മകനെങ്കിലും രക്ഷപ്പെട്ടു എന്ന ആർജവത്തോടു കൂടി താങ്കൾ പറയുന്നുണ്ടായിരുന്നു. പോലീസിന് നന്ദി പറയും എന്ന മാതൃഭൂമി.com വാർത്ത വായിച്ചതിന് ശേഷമാണ് ഞാൻ താങ്കളെ വിളിച്ചപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവരുടെ റിയാക്ഷൻ എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഈ സിംഗല പൊളിക്കണം. ഞാൻ പറഞ്ഞ ഈ ഇപ്പോൾ ഹൈസ്കൂളുകളിലൊക്കെ ഇത് അകത്ത് എത്തിയിട്ടുണ്ട് ഈ സാധനം. പണ്ട് കാലത്തുള്ളത് പോലെ അല്ലല്ലോ, അത് അറിയാൻ കഴിയില്ല. എൻ്റെ മോനെ പോലും എന്നും കാണുന്ന മോനെ എനിക്ക് മനസ്സിലാക്കാനോ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. അവർ കഴിക്കുന്ന സാധനം പണ്ടാണ് ഈ ചാരായം എന്ന് പറയുന്ന സാധനം കുടിച്ചു കഴിഞ്ഞാൽ ദൂരെ കൂടി പോയി അവർ ഗ്യാസ് അടിക്കും. അപ്പോൾ ഞങ്ങൾ പിടിക്കും. പണ്ട് എൻ്റെ ജോലി ചെയ്താണ്, ഇങ്ങനെ പിടിച്ചോണ്ട് വരെ പിടിക്കും, ഒരു അടിയൊക്കെ കൊടുത്ത് പറഞ്ഞൊക്കെ ശരിയാക്കും. ഇപ്പോൾ ഒന്നും ഒരു വ്യത്യാസമില്ല, അത് മനസ്സിലാക്കാൻ കഴിയണില്ല. അവർ പഴയതുപോലെ തന്നെ അങ്ങനെ അടിമയായിപ്പോയിരിക്കുന്നു. പോലീസ് ഉണർന്ന് പ്രവർത്തിക്കണം, എക്സൈസ് ഉണർന്ന് പ്രവർത്തിക്കണം. ഇതിനു വേണ്ടി ഒരു സ്ക്വാഡ് തന്നെ വേണം. ഉണ്ട് സ്ക്വാഡുകൾ, അതൊക്കെ നാമമാത്രം, അതല്ല. അറസ്റ്റ് ചെയ്യണം. ഞാൻ തന്നെ എൻ്റെ മകനെ തന്നെ പിടിച്ചു. ഒരു സന്ദേശമാണ്, 4 പേരെ പിടിച്ച് 10-15 മിനിറ്റ് ആയപ്പോൾ അവൻ ഇറങ്ങാൻ കഴിയുന്നു. ബാക്കി ലഹരി ഉപയോഗിക്കുന്ന പിള്ളേർക്കൊക്കെ കിട്ടിയിരിക്കുന്ന മെസ്സേജ് എന്താണ്? പിടിച്ചാൽ ഇതുപോലെ 15 മിനിറ്റിൽ ഇറങ്ങി പോവാം. ഇതൊരു വലിയ കുറ്റമൊന്നും അല്ല. ലഹരിയിൽ പിടിക്കുന്നയാൾ 15 ദിവസം റിമാൻഡിൽ കിടക്കുന്ന വകുപ്പ് തന്നെ ഉണ്ടാവണം. ഇപ്പോഴൊരു പൊതു സന്ദേശം വന്നിരിക്കുന്നത്, എൻ്റെ മോനും ഈ പിടിച്ചവരെ ഉടൻ വിട്ടു എന്ന് ചാനലിലൂടെയൊക്കെ അറിഞ്ഞപ്പോൾ
ഇനി ഇങ്ങനെയുള്ളത് പിടിച്ചാൽ, എൻ്റെ അവനെ പിടിച്ചാൽ, ഇങ്ങനെ ചെയ്യുന്നവരെ പിടിച്ചാൽ ഉടനെ ഇറങ്ങാമെന്നൊരു തോന്നൽ, അതൊക്കെ മാറണം. അത് കുറ്റത്തിന് അതിനനുസരിച്ചുള്ള ശിക്ഷ കിട്ടുന്ന വകുപ്പുകളും അത് അവർ കസ്റ്റഡിയിലും ഒക്കെ വാങ്ങി മറ്റുള്ളവർ ഭയപ്പെടണം. ഇപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്നവരെല്ലാം സന്തോഷവാനാണ്. കാരണം അഥവാ പിടിച്ചിരുന്നാലും നമുക്ക് രക്ഷപ്പെട്ടു പോകാമല്ലോ, ഉടൻ തന്നെ വിടുമല്ലോ. അതൊക്കെ ദോഷമാണ്. ഈ ലഹരിക്കെങ്കിലും അങ്ങനെയുള്ളൊരു കാര്യം അത്തരം സെക്ഷനൊക്കെ ഇട്ട് പിടിക്കുന്നവരെ ഇറങ്ങാനേ കഴിയരുത്. മറ്റുള്ളവർ ഭയന്ന് അതിൽ നിന്ന് പിന്മാറണം. ഇതിപ്പോൾ ആളുകൾക്ക് സന്തോഷത്തിലാണ്, പിടിച്ചാലും അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇറങ്ങിപ്പോകാമെന്നുള്ളൊരു തോന്നൽ. ഇതൊക്കെ മാറണം.